ഇന്ന് ഒരു പുതിയ ടോപ്പിക് തുടങ്ങാണ്. നമ്മൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിന്റെ ഭാഗം അവസാനിച്ചിട്ടുണ്ട്. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്റർ അവസാനത്തെ പേപ്പറിലുള്ള അവസാനത്തെ ഒരു ചെറിയ ചാപ്റ്റർ ഉണ്ട്. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ആൻഡ് ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതിന്റെ ആദ്യ ഭാഗമാണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. ഈ പേര് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. You are very familiar with the cyclic organic compounds. Organic compounds പഠിക്കുമ്പോൾ straight chain compounds, branched chain compounds, cyclic compounds. Cyclic organic compounds എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി വരുന്നവരാണ് ബെൻസീൻ ആയിരിക്കും അല്ലേ? യെസ്, നോ ഡൗട്ട്. നമുക്കറിയാം അല്ലാതെ ഒരുപാട് സൈക്ലിക് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഈ കോമ്പൗണ്ട് പേരെന്താണ്? അത് സൈക്ലോപെൻറ്റൈൻ ആണ്. ഇത് സൈക്ലോ ഡബിൾ ബോണ്ട് ഉണ്ടോ ശ്രദ്ധിക്കണം. അറിയാണ്ട് ഇത് എങ്ങനെ കണ്ടാൽ പല കുട്ടികളും ഉടനെ ബെൻസീൻ എന്ന് പറയും. ദിസ് ഈസ് സൈക്ലോഹെക്സൈൻ. ഇവിടെ ഓരോ കോർണറിലുള്ളത് CH2 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 CH2. ഇവിടെ എന്തോ CH 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 എന്നായിരിക്കും. നമുക്കറിയുന്ന കാര്യമാണ്. ഇതെന്താണ്? ഇതേപോലത്തെ CH2 CH2 അഞ്ചെണ്ണേ ഉള്ളൂ. 5 മെമ്പർ റിംഗ് ആണ്. സൈക്ലോപെൻറ്റൈൻ, സൈക്ലോഹെക്സൈൻ, ബെൻസീൻ, നാഫ്തലീൻ. അല്ലെ, ഇങ്ങനത്തെ ഒന്നുകൂടി വന്നാൽ നാഫ്തലീനായി. എന്തായി? ഇത് നാഫ്തലീനായി. ഇത് ഇഷ്ടംപോലെ സൈക്ലിക് ഓർഗാനിക്. ഇത് കാർബോസൈക്ലിക് ആണ്. അതായത് കാർബൺ മാത്രമേ ഉള്ളൂ. ഹോമോസൈക്ലിക് എന്ന് പറയാം അല്ലെ? ഹോമോ എല്ലാം ഒരേപോലത്തെ ആറ്റംസ് ആണ്. എല്ലാം കാർബൺ ആണ്. ഇതിലെല്ലാം കാർബൺ ആണ്. ഇതിലെല്ലാം കാർബൺ ആണ്. യാതൊരു വ്യത്യാസം. നേരെ മറിച്ച് ഹെട്രോസൈക്ലിക് എന്താണ്? ഹെട്രോ പേരിൽ മനസ്സിലാകുന്നത്. yes, it is different from homocyclic compounds in which one or two carbon atoms are replaced by, or instead of one or two carbon atom there will be some other atoms, and it is called a heterocyclic compound. So സാധാരണഗതിയിൽ a cyclic compound എന്ന് പറയുന്ന organic compound, cyclic compounds are generally constituting carbon atoms in the cycle, and if instead of one or two carbon atoms, one or two or more, whatever, one or more carbon atoms, there may be other atoms like nitrogen, sulfur, oxygen, etc. പറയുന്നത് മനസ്സിലാകുന്നല്ലോ. In the chain, in the ring, ആ റിംഗ് സ്ട്രക്ചറിനുള്ളിൽ കാർബണിന് പകരം ഒന്നോ രണ്ടോ മൂന്നോ എത്രയെങ്കിലും സ്ഥലത്തെ കാർബണിന് പകരം വേറെ ആറ്റംസ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. കാർബൺ ഉണ്ടാവും, ഫുള്ളും മാറരുത്, കുറച്ച് കാർബണും ബാക്കി. അപ്പോൾ കാർബൺ ആണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ബേസ് കാർബൺ ആണ്. കാർബണിന് പുറമേ ഉള്ള ആറ്റംസ് ലൈക്ക് ദീസ് ആറ്റംസ് ആർ ജനറലി കോൾഡ് ദി ഹെട്രോ ആറ്റംസ് ലൈക്ക് നൈട്രജൻ, സൾഫർ, ഓക്സിജൻ എക്സെട്ര. നമുക്ക് വളരെ പരിചിതമായ നമ്മൾ നേരത്തെ പഠിച്ചൊരു കോമ്പൗണ്ട് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന എന്താണ്? ദിസ് ഈസ് വെരി സിമിലർ ടു ബെൻസീൻ. യു കെൻ സീ ബെൻസീനിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും എല്ലാ കോർണറിലുള്ളത് CH കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണ്. ഇവിടെ എന്താണ്? ഒരു CHന്റെ സ്ഥാനത്ത് അവിടെ N ആണ്. യുനോ കാർബൺ ഈസ് ടെട്രാവാലന്റ്, so a CH is a trivalent, just like a nitrogen which is a trivalent. അപ്പോൾ ഒരു CHനെ മാറ്റി, ഇവിടുത്തെ ഒരു CHനെ മാറ്റി ഒരു N വരികയാണെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. മാറ്റി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കില്ല. അങ്ങനത്തെ കോമ്പൗണ്ട്സ് ഉണ്ട്, നമുക്ക് ഉണ്ടാക്കാം. ആൻഡ് ദിസ് ഈസ് എ pyridine. So pyridine is a heterocyclic, which is very familiar. നമ്മൾ നേരത്തെ pyridine എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് ആണ് ജനറലായിട്ട് നമ്മൾ പറയുന്നത് heterocyclic compounds. So they are common cyclic organic compounds in which one or more carbon atoms are, or instead of one or more carbon atoms there is another atom like as nitrogen, sulfur, oxygen, etc. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദ്യം മനസ്സിലാക്കുക ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്. And a lot of such compounds are synthesized and they are also present in many of the natural products. പ്രകൃതി കണ്ട പല കോമ്പൗണ്ട്സ് ഉണ്ട്, പല ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇങ്ങനത്തെ എന്തുണ്ട്? ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ട്. പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്, cyclic organic compounds in which as one or more carbon atoms are substituted with hetero atoms like nitrogen, sulfur, oxygen. പ്രധാനപ്പെട്ട മൂന്നെണ്ണം ഇതിനാണ് നൈട്രജനും സൾഫറും ഓക്സിജനും. ഇങ്ങനത്തെ ഒരുപാട് കോമ്പൗണ്ട്സ് നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ
ദിസ് ഈസ് എ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്. ഇവിടെ എന്താണ് ഡബിൾ ബോണ്ട് കണ്ടാൽ സി എച്ച് സി എച്ച് സി എച്ച് സി എച്ച് എസ് എസ് എച്ച് എന്ന് വേണ്ട, കാരണം എസിന് ഡബിൾ എസ് ഇസ് ഡൈവാലന്റ്, ഒന്നിങ്ങോട്ട് വാലൻസി ഉണ്ട്. ഇത് ഇതിന്റെ പേര് ഈ പേരൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പ്ലസ് ടു ഒക്കെ കേട്ടിട്ടുണ്ട്. തയോഫീൻ. പിന്നെ വേറൊരു സാധനമാണ് സൾഫറിന്റെ പോലത്തെ, അതേപോലെ തന്നെ ഈ സ്ഥലത്ത് ഓക്സിജൻ ആണ്, വിച്ച് ഈസ് കോൾഡ് ഫ്യൂറാൻ. ആൻഡ് ഇവിടെ ഡബിൾ ബോണ്ട് മറന്നുണ്ടോ? ഇതിന്റെ പേര് പൈറോൾ. ഇത് ഒരേപോലത്തെ 3 കോമ്പൗണ്ട്സ് ആണ്. പൈറോൾ നൈട്രജൻ, നൈട്രജൻ ആയിട്ട് ബന്ധപ്പെട്ട ശ്രദ്ധിക്കുക. പിരിഡിൻ, പൈറോൾ ഒക്കെ യെസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു നൈട്രജൻ. ഫ്യൂറാൻ ഓക്സിജൻ ആണ്. തയോ സൾഫറായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഡബിൾ ബോണ്ട് നിർബന്ധമൊന്നുമല്ല കേട്ടോ, നമുക്കറിയാം. എന്താ കോമ്പൗണ്ട്? ഇത് ബെൻസീൻ അല്ല, സൈക്ലോഹെക്സൈൻ ആണ്. യെസ് ഇങ്ങനെയും വരാം കോമ്പൗണ്ട് സാച്ചുറേറ്റഡ്. യെസ് ഇത് പിരിഡീൻ അല്ല, ശ്രദ്ധിക്കുക. പിരിഡീൻ ആണെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, പിരിഡീൻ ആകുന്നതിന്റെ ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ് ഉണ്ട്. ഇങ്ങനെ വരക്കല്ലേ നമ്മൾ ബെൻസീൻ വരക്കുന്ന പോലെ ഒരു വൃത്തം വരക്കാം, ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് എ പിരിഡീൻ. ദിസ് ഈസ് പൈപെരിഡീൻ എന്നാണ് എന്റെ പേര്. പൈപെരിഡീൻ, PIPERIDIN. പൈപെരിഡീൻ ഇസ് ദ സാച്ചുറേറ്റഡ് വേർഷൻ ഓഫ് എ പിരിഡീൻ. പിരിഡീൻ ഡബിൾ ബോണ്ട് ഒക്കെ കുഴപ്പം എന്താണ്? CH2 അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ H എന്നാണ്, NH. കാരണം നൈട്രജന്റെ വാലൻസി 3 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, CH, N. കാരണം ഓരോ മൂലക്കും 3 ബോണ്ട് ഒറ്റൊന്നും വേണ്ട. അപ്പോൾ ഒരു ഹൈഡ്രജൻ മാത്രമേ ഉണ്ടാവും എല്ലാ സ്ഥലത്തും. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാവില്ല, കാരണം ഹൈഡ്രജന്റെ വാലൻസി 3 ആണ്. പക്ഷെ ഇവിടെ ആകുമ്പോ NH വേണം, കാരണം എന്താണ്? ഡബിൾ ബോണ്ട് ഇല്ല. അപ്പൊ NH ഇവിടെ CH2. ഇത് പിരിഡീൻ ആണ്, ഇത് പൈപെരിഡീൻ ആണ്. മനസ്സിലായില്ലേ? ഇത് പൈറോളാണ്. അതിന്റെ ശേഷത്തിൽ ഡബിൾ ബോണ്ട് ഇല്ലാത്തതാണ്. അതിന്റെ പേരൊക്കെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. പൈറോളിഡീൻ എന്നാ പറയും. പൈറോളിഡീൻ വേണമെങ്കിൽ അത് ഇങ്ങനെയാവാം, എല്ലാ രൂപത്തിലും ഉണ്ടാവാം കേട്ടോ. ഇങ്ങനെ 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 ആവും. ഓക്കെ, പല രൂപത്തിലുണ്ടാവും. അതിനനുസരിച്ച് ഇങ്ങനെ സോറി ഇങ്ങനെ ഒരു ഡബിൾ ബോണ്ട് മാത്രം. അത് പൈറോളീൻ എന്ന് പറയും, ഇത് പൈറോളിഡീൻ എന്ന് പറയും, ഇത് പൈറോൾ എന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞത് ഡബിൾ ബോണ്ട് സാച്ചുറേറ്റഡ് അല്ല. എന്താണ് ഓൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഒന്നും വേണമെന്നില്ല. ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ അതേത് ഗ്രൂപ്പ് പെട്ടാണ്? ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് ആർ ഫൗണ്ട് ടു ബി ഐദർ ദി 5-membered rings or 6-membered rings. നമുക്കറിയാം കൂടുതൽ സ്റ്റേബിൾ ആയ റിംഗ് കോമ്പൗണ്ട്സ് 5-membered rings ഓ 6-membered rings ഓ ആയിരിക്കും. ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് കോമ്പൗണ്ട് ഉണ്ട്. കുറച്ചെണ്ണത്തിനൊക്കെ പേരൊക്കെ ഓർത്ത് വെക്കുക. ഇത് ഒരാറ്റം തന്നെ വേണം, ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ആവാം. ഇങ്ങനെയാവാം. ഇതിന്റെ പേര് പൈറാസോൺ എന്നാണ്. ഇതിൽ 2 നൈട്രജൻ ഉണ്ട് റിങ്ങില്. ബാക്കിയിൽ എവിടെ എന്താ ഉണ്ടാവുക? കാർബൺ ഉണ്ടാവുക. ക്ലിയർ? അതിന്റെ വേണമെങ്കിൽ ഇങ്ങനെയാവാം. ഇതൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാനല്ല, മനസ്സിലാക്കാൻ പറയുന്നതേ ഉള്ളൂ. ഓർത്ത് വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയാവാം. അതിന്റെ പേര് ഇമിഡാസോൾ. ഇതിന്റെ പേര് പൈറോസോൾ എന്നാണ്. ഇതിന്റെ സ്ഥാനം അടുത്തടുത്താണ്, ഇത് കുറച്ച് ദൂരെയാണ്. ഇമിഡാസോൾ. ഇവിടെ നൈട്രജൻ മാറി ഇവിടെ വന്ന് ഓക്സിജൻ വന്നതിന് ഓക്സാസോൾ എന്നാവും. ഇവിടെ സൾഫർ വന്നാല് അത് തയാസോൾ എന്നാവും. മനസ്സിലായില്ലേ? NH സ്ഥാനത്ത് ഓക്സിജൻ വരികയാണെങ്കിൽ 3 മാത്രം OH ഉണ്ടാവില്ല. ശ്രദ്ധിക്കണം. കാരണം എന്താണ്?
ഓക്സിജന്റെ വാലൻസി 2ആണ്, നൈട്രജന്റെ 3ആണ്. അതുകൊണ്ടാണ് എച്ച് കൂടി വരുന്നത്. ഇമിഡാസോൾ. NHന്റെ സ്ഥാനത്ത് O വന്നു കഴിഞ്ഞാൽ അത് എന്താണ്? ഓക്സാസിറ്റിയാണ്, ഓക്സാസോൾ ആണ്. സൾഫർ വന്നു കഴിഞ്ഞാൽ അത് തയാസോൾ ആണ്. ഈ ഓൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ആൽക്കഹോളിന്റെ ഓളല്ല ഇത്, മനസ്സിലായില്ലേ? ആൽക്കഹോളിന്റെ ഓള് OL അവസാനിക്കുന്നത്, OLE എന്നുണ്ട്, ശ്രദ്ധിക്കുക. OLE, ഇമിഡാസോൾ ഉണ്ടോ, പൈറാസോൾ, ഓക്സാസോൾ, തയാസോൾ. അതിനെ OL അവസാനിച്ച ആൽക്കഹോളിന്റെ നോമൻക്ലേച്ചറിൽ അതിന്റെ സഫിക്സ് ആണ് ഓൾ. ഇത് OLE, ഇത് അരോമാറ്റിക് ഹൈഡ്രോസൈക്ലിക് അരോമാറ്റിക് അല്ല ഹൈഡ്രോസൈക്ലിക് കോമ്പൗണ്ട്സിനുള്ള ഒരു സഫിക്സ് ആണ് OLE എന്നുള്ളത്. മനസ്സിലായില്ല? പൈറോൾ. മനസ്സിലായില്ല? ശ്രദ്ധിക്കുക. അപ്പോഴേ ഇമിഡാസോൾ, ഓക്സാസോൾ ഇങ്ങനത്തെ ഇത് NHന്റെ സ്ഥാനത്ത് O വന്നാലാണ് ഓക്സാസോൾ, NHന്റെ സ്ഥാനത്ത് S വന്നാൽ അത് തയാസോൾ. Got it? അതേപോലെ ചില കേസില് ഇങ്ങനത്തെ ഹൈഡ്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇത് ഏതുപോലെ ഉണ്ടാവും? ഇത് ഏകദേശം നമ്മുടെ നാഫ്തലീൻ പോലെയാണ്. നാഫ്തലീൻ എന്ന് പറഞ്ഞാൽ അറിയാം, 2 ബെൻസീൻ റിങ്ങുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു മോളിക്കൂളാണ് നാഫ്തലീൻ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ 2 ബെൻസീൻ റിംഗ്സ് ഫ്യൂസ്ഡ് ടുഗദർ. ഇവിടെയോ, ഇവിടെ ഒരു ബെൻസീൻ റിങ്ങും ഇതെന്താണ്? ഇതൊരു പിരിഡീൻ റിംഗ്. നമ്മൾ കുറച്ച് മുമ്പേ കണ്ടു പിരിഡീൻ. ഇത് പിരിഡീനാണ്. ഈ പിരിഡീനും ഒരു ബെൻസീനും കൂടി, ഒരു ബെൻസീൻ റിംഗും പിരിഡീൻ റിംഗും കൂടി ഫ്യൂസ് ചെയ്ത് കിട്ടുന്നതാണ്. അതിന്റെ പേര് ക്വിനോളിൻ എന്നാണ്. മനസ്സിലാകുന്നോ? ക്വിനോളിൻ. അങ്ങനെ ഫ്യൂസ്ഡ് റിംഗ് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇതൊരു ബെൻസീൻ റിംഗ് ആണ്. ഇതുപോലെ തന്നെ ഇതൊരു നമ്മൾ കുറച്ച് മുമ്പേ കണ്ടിട്ടുണ്ട്, പേര് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് എന്തായിരുന്നു? ഫ്യൂറാൻ. ഇതിന്റെ പേര് ബെൻസോ ഫ്യൂറാൻ എന്നാണ്. ബെൻസോ ഫ്യൂറാൻ. അപ്പൊ നമുക്ക് പല വിധത്തിലുമാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ടേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ സിലബസില്. എന്താണ് ക്ലാസിഫിക്കേഷൻ? ക്യാൻ ബി എസ് സൾഫർ ഹെട്രോസൈക്കിൾസ്, സൾഫറുള്ള കോമ്പൗണ്ട്സ്, നൈട്രജൻ ഹെട്രോസൈക്കിൾസ്, ഓക്സിജൻ ഹെട്രോസൈക്കിൾ, അങ്ങനെ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. മനസ്സിലായില്ലേ? ഫ്യൂസ്ഡ് റിംഗ് കോമ്പൗണ്ട്സ് ആൻഡ് സിംഗിൾ റിംഗ് കോമ്പൗണ്ട്സ്, ഐസൊലേറ്റഡ് റിംഗ് കോമ്പൗണ്ട്സ്. ഇപ്പൊ ബെൻസീനും പിരിഡീനും പൈറോളും ഒക്കെ എന്താണ്? ഒറ്റ റിംഗ് ആണ്. നേരെ മറിച്ച് ഇതാ ബെൻസോ ഫ്യൂറാനും ക്വിനോളിനും ഒക്കെ ഫ്യൂസ്ഡ് റിംഗ് ആണ്. ഒരാറ്റം മാത്രമുള്ള, ഒന്നിൽ കൂടുതൽ ആറ്റം ഉള്ളത്. ഒന്നിൽ കൂടുതൽ ആറ്റം തന്നെ രണ്ടും ഒരേപോലത്തെ ആറ്റം ഉള്ളത്. നമ്മൾ പൈറോസിൻ, പിരിഡോസിൻ എന്നൊക്കെ കണ്ട് രണ്ടും നൈട്രജൻ ആണ്. നമ്മള് ഞാൻ കണ്ടി പറഞ്ഞിട്ടില്ല, സോറി. നമ്മൾ ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിളോട് വരുന്നത് ഇങ്ങനെ വരച്ചാൽ മതി, അതാണ് എളുപ്പം. ഇതിലെങ്കിലും ശ്രദ്ധിക്കുക, 2 നൈട്രജൻ ഉണ്ട്. പക്ഷെ 2 നൈട്രജന്റെ സ്ഥാനം മാറി മാറി വരുന്നത്. ഓരോ ടൈപ്പ് കോമ്പൗണ്ട് ആണ്. മൂന്ന് കോമ്പൗണ്ട് ആണ്. ഇതിന്റെ പേര്, ഇതിന്റെ 2 വിധത്തിലുള്ള IUPACിലൊക്കെ ഇതിന് പേരുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഡയാസീൻ. പിരിഡീൻ എന്ന് പറയുന്നത് അസീൻ എന്നാണ്. ഈ IUPAC നമുക്ക് ഓർത്തൊക്കെ ലേശം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്, അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും അധികം പോയി ബുദ്ധിമുട്ടുള്ള അസീൻ. This is a diazine. This is 1,2-diazine. This is 1,3-diazine. This is a 1,4-diazine. 1,2-diazine. This is a 1,3. കാരണം 1, 2, 3. 1 തന്നെ 3 ഉണ്ട്. 1, 2, 3, 4. This is a 1, 3 and this is a 1,4-diazine. മനസ്സിലായില്ലേ? ഇതിന് വേറെ പേരുണ്ട്. പിരിഡസീൻ എന്ന് പറയും, പിരിമിഡിൻ എന്ന് പറയും, പൈറസീൻ എന്ന്. ഇതേ പേര് കോമൺ നെയിം പറയേണ്ടത് ഇതാ. ഇതൊക്കെ ഓർത്ത് വെക്കാൻ വേണമല്ലേ? പിരിഡസീൻ. ഇത് പിരിഡസീൻ ആണ്. ഇതെന്താണ്? പിരിമിഡിൻ. ഇതെന്താണ്? ഇത് പൈറസീൻ. ശ്രദ്ധിക്കുക, ഇതിലൊക്കെ എന്താണ്? 2 നൈട്രജൻ ഉണ്ട്, ബാക്കി 4 കാർബൺ ഉള്ളൂ. ഇത് N, ബാക്കി CH, 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 CH. ഇത് N, CH, N, CH, CH, CH. ഇത് N, CH, CH, N, CH, CH. ഓൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട്സ്, അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ടൈപ്പ് കോമ്പൗണ്ട്സ് ഉണ്ട്. കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ?
So you can see that there are different types of heterocyclic compounds. അപ്പോൾ ജനറലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്. ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് എന്താണ്? ഓർഗാനിക് സൈക്ലിക് കോമ്പൗണ്ട്സ് ഇൻ വിച്ച് വൺ ഓർ മോർ കാർബൺ ആറ്റംസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഇൻ ദ റിംഗ്. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കുക. ഇതെന്താണ്? ഇത് ബെൻസീൻ ആണ്. ഇതെന്താണ്? ഇത് അല്ലീൻ ആണ്. ഇത് ഒരിക്കലും ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്. സൈക്കിളിന്റെ ഉള്ളിൽ നൈട്രജൻ ഇത് പുറത്താണ്. ഇത് CH, ഇത് ഇവിടെയൊക്കെ കാർബൺ ഉണ്ട്, നൈട്രജൻ പുറത്താണ്. ഈ ടൈപ്പ് കോമ്പൗണ്ട് അല്ല. ഈ റിങ്ങിന്റെ ഉള്ളിൽ കണ്ട, ഉള്ളിൽ ഇപ്പൊ വരക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ വരച്ചിട്ട് എൻ ഇങ്ങനെ എഴുതാൻ പാടില്ല. എൻ എഴുതുന്നെങ്കിൽ എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതാം. മനസ്സിലായില്ലേ? അപ്പോഴാണ് എന്താകുന്നത്? ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ആകുന്നത്. ആ കാര്യം നിങ്ങളുടെ ഇതും പലപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ബെൻസിൻ വരച്ചിട്ടാണ് ഈ വെക്കലല്ല. ബെൻസിന്റെ ഉള്ളിൽ വരണം. ഡയാസിൻ ആയാലും ബെൻസോഫ്യൂറാൻ ആയാലും പിരിഡീൻ ആയാലും ഇങ്ങനത്തെ ലോട്ട് ഓഫ് കോമ്പൗണ്ട്സ് ഒക്കെ ആൻഡ് മെനി ഓഫ് ദം ആർ ഫൗണ്ട് ടു ഒക്കർ ഇൻ നേച്ചർ. മനസ്സിലായില്ലേ? നാച്ചുറൽ പ്രോഡക്ട്സിൽ പല ടൈപ്പ് കോമ്പൗണ്ടുകളുണ്ട്. പ്രധാനപ്പെട്ട നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ ഇതെന്താണ്? ഇത് പിരിമിഡിൻ ആണ്. ഈ പിരിമിഡിൻ എക്സാമ്പിൾ പറയുന്നതാണ് ഇതാണ് നമ്മളെ പ്യൂരിൻസ്. പ്യൂരിൻ പ്യൂരിൻ. ഇത് നമ്മളെ ന്യൂക്ലിയിക് ആസിഡിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പഠിച്ചിട്ടുണ്ട് പല സ്ഥലത്ത്. കോമ്പൗണ്ട് ആണ്. ഇതെന്താണ്? ഇത് ഒരു എന്ത് റിംഗാണ്? പിരിമിഡിൻ റിംഗും ഇത് ഒരു പൈറോ റിംഗുമാണ്. മനസ്സിലായി? ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് പ്യൂരിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആണ്. ഇത് രണ്ട് ഫ്യൂസ്ഡ്. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ബെൻസോഫ്യൂറാനിൽ ഒരു ബെൻസീനും ഒരു ഫ്യൂറാനും ഫ്യൂസ് ചെയ്തത് രണ്ട് ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് പ്യൂരിൻ. വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് നേച്ചറിൽ ഓക്കറിംഗ് ആയിട്ടുള്ള വളരെ നമ്മുടെ ലൈഫായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് ഈ സാധനം. അങ്ങനെ ഒരുപാട് ടൈപ്പ് കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പൊ നമുക്കതിൽ ഭാഗ്യവശാൽ, അത്യാവശ്യം എന്ന് പറയാൻ പാടില്ല, ഭാഗ്യവശാൽ 3 കോമ്പൗണ്ട്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓൺലി 3 കോമ്പൗണ്ട്സ്. അതിൽ ഒന്നാമത്തെ കോമ്പൗണ്ടാണ് ഫ്യൂറാൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. ഫ്യൂറാൻ. ഈ കോമ്പൗണ്ട് പിന്നെ നമുക്ക് പഠിക്കാൻ അധികം വിശാലമായിട്ട് പഠിക്കും. നമ്മുടെ സമയം വളരെ അതിക്രമിച്ച് നമ്മുടെ 4th സെം അല്ല 5th സെം കഴിഞ്ഞ് 6th കടക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം കൊണ്ട് വേഗം തീർക്കും. ഫ്യൂറാനെ പറ്റി നമുക്ക് ചുരുങ്ങിയ കാര്യങ്ങൾ സിലബസ് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പറേഷൻ ആൻഡ് റിയാക്ഷൻസ്. ഇത്തരം കാര്യങ്ങളാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ദ റിയാക്ഷൻസ്. വളരെ പ്രധാനപ്പെട്ട പോലത്തെ റിയാക്ഷനും എങ്ങനെയാണ് ഫ്യൂറാൻ ഉണ്ടാകുക. ഫ്യൂറാൻ ഉണ്ടാക്കുന്നത് 2 മെത്തേഡ് നമ്മൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് ഈ കോമ്പൗണ്ട് പേര് ഫ്യൂറാന്റെ ഡെറിവേറ്റീവ് ആണ്. കണ്ടാൽ മനസ്സിലാവും. ഇവിടെ CO വെച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായി? ഇസ് കോൾഡ് ഫ്യൂറോയിക് ആസിഡ്. ഈ ഫ്യൂറോയിക് ആസിഡിൽ നിന്നാണ് ഈ ഫ്യൂറോയിക് ആസിഡ് സാധനം എളുപ്പത്തിൽ കിട്ടുന്നില്ല. അത് എളുപ്പത്തിൽ കിട്ടുന്ന വേറൊരു സാധനമുണ്ട്. മ്യൂസിക് ആസിഡ്. ഈ മ്യൂസിക് ആസിഡ് on dry distillation is converted into മ്യൂസിക് ആസിഡ് എളുപ്പത്തിൽ കിട്ടും. മ്യൂസിക് ആസിഡ് ശ്രദ്ധിക്കുക. CH2COH CH ഇങ്ങനെയല്ല CHOH 4 times CH2COH 4 5 6 കാർബൺ ആറ്റിലുണ്ട്. 1 2 3 4 5 എത്ര ഐസേബിൾ. ഓക്കെ ശരിയാണോ? റൈസോ 4 times എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്തെങ്കിലും ആട്ടെ കുഴപ്പമില്ല. അതാണ് നമുക്ക് നോക്കാം. മ്യൂസിക് ആസിഡ്. മ്യൂസിക് ആസിഡ് ഈസ് ഹീറ്റഡ് സ്ട്രോങ്ലി ടു ഗെറ്റ് ഫ്യൂറോയിക് ആസിഡ് ആൻഡ് ഫ്യൂറോയിക് ആസിഡ് ഓൺ decarboxylation in steam in the presence of a calcium oxide. It undergoes decarboxylation. നമ്മൾ നേരത്തെ കാർബോക്സിലിക് ആസിഡ് പഠിച്ചിട്ടുണ്ട്. Decarboxylation means removal of the carboxylic group or simply substitution of the carboxylic group with a hydrogen or simply
റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദി COH ഗ്രൂപ്പ്. എച്ച് ആണ് ബാക്കി ഉണ്ടാവും. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ഈ സാധനം കിട്ടും. എന്ത് കിട്ടും? ഫ്യൂറാൻ കിട്ടും. ഇത് CH2COH. അതാണ് എന്റെ കൺഫ്യൂഷൻ വന്നത്. ഇത് രണ്ടും COH മാത്രമേ ഉള്ളൂ. COH 4 times COH മാറിപ്പണ്ട. ഇതാണ് മ്യൂസിക് ആസിഡ്. COH 4 times COH on dry distillation is converted into fluoric acid, and fluoric acid on decarboxylation in steam in the presence of a calcium oxide is converted into furan. Furan ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ്. Decarboxylation of a fluoric acid. Fluoric acid is in turn obtained from മ്യൂസിക് ആസിഡ്. ഇത് കിട്ടുന്ന മ്യൂസിക് ആസിഡ്, അതിൽ നിന്ന് ഫ്യൂറിക് ആസിഡ് അത്ര എളുപ്പമല്ല, ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. ആ ഫ്യൂറിക് ആസിഡ് എടുത്ത് എന്ത് ചെയ്യുക? ഡീകാർബോസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂറാൻ കിട്ടും. ഒരു മെത്തേഡ് അതാണ്. മനസ്സിലായല്ലോ? ക്ലിയർ? സോ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് എ ഫ്യൂറാൻ ഈസ് not a fluoric acid but a music acid. COH 4 times COH on dry distillation is converted into fluoric acid. Fluoric acid on decarboxylation is converted into furan. Okay, one method. One method that is from sugar, pentose sugars. പെൻഡോസ് ഷുഗർ കേട്ടിട്ട് നിങ്ങൾ ഹെക്സോസ് ഷുഗർ, പെൻഡോസ് ഷുഗർ, കാർബോഹൈഡ്രേറ്റ്സ് പഠിച്ചിട്ടുണ്ടാവും. 5 കാർബൺ ആയിട്ടുള്ള ഷുഗേഴ്സിനാണ് നമ്മൾ പറയുന്നത് പെൻഡോസ് ഷുഗേഴ്സ്. പെൻഡോസാൻസ് എന്ന് പറയും. അതിൽ നിന്ന് കിട്ടുന്നതാണ് പെൻഡോസ് ഷുഗേഴ്സ്. അത് നമ്മുടെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ഏത് ഗ്രൂപ്പ് കിട്ടുകയാണ്? ഹെക്സോസ്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ? കാർബോഹൈഡ്രേറ്റ്സ് +2 പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതാ ഗ്ലൂക്കോസിന്റെ ഫോർമുല നമുക്കറിയാം. CHOH 4 times CH2OH. 1 4 5 1 6 കാർബൺ. ഇത് എന്താ ഫോർമുലയാണ്? ദിസ് ഈസ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഈസ് എ യെസ്. ഇപ്പൊ പരിചയമുണ്ടാവുന്നുണ്ട്. ഹെക്സോസ് പഠിച്ചിട്ടില്ലേ? ഹെക്സോസ് ശരിക്കും പറഞ്ഞാല് ആൾഡോ ഹെക്സോസ്. ആൾഡോ ഹെക്സോസ് ആണ് ഗ്ലൂക്കോസ്. അതായത് ആൾഡോ ഹെക്സോസ് മീൻസ് ഇറ്റ് ഹാസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആൻഡ് ഇറ്റ് ഹാസ് 6 കാർബൺ ആറ്റംസ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് എൻ ആൾഡോ ഹെക്സോസ്. നമുക്കറിയാം ഗ്ലൂക്കോസ് ഈസ് എ ഹെക്സോസ് എന്ന് പറയാം, ഗ്ലൂക്കോസ് ഈസ് എ ആൾഡോസ് എന്നും പറയാം. അപ്പോ രണ്ടും ഗ്ലൂക്കോസ് ഈസ് ഹെക്സോസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ഗ്ലൂക്കോസിൽ 6 കാർബൺ ആയിട്ടുണ്ട്. Glucose is a aldose എന്ന് പറയുന്നത് അർത്ഥം glucose has a aldehyde group as the functioning group. ഇത് രണ്ടും കൂടി ചേർന്ന് അറിയാം glucose is a aldohexose. Fructose എന്താണ്? Fructose is a ketohexose. അവിടുത്തെ ഫോർമുല വ്യത്യാസം എന്താണ്? CH2OH CHOH thrice CH2OH. അപ്പൊ എന്തായി? അത് കീറ്റോസ് ആണ്. വീണ്ടും ഒന്ന് ഇങ്ങനെ എഴുതി പോകുന്നു. CHOH ത്രൈസ് ഇങ്ങനെ എഴുതുന്നത് മനസ്സിലായില്ല? ഇവിടെയൊക്കെ ഞാൻ എഴുതുന്നത് തെറ്റിപ്പോണ്ട്, സോറി. OH 4 ടൈപ്പ് അല്ല, CHOH ആണ് 4 പ്രാവശ്യം. ഇത് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം, എന്നാലേ 4 കാർബൺ ആവും. CH2OH ഇത് CHOH ത്രൈസ്. അപ്പോൾ 1 3 4 5 6. ഇവിടെ എന്താ വ്യത്യാസം? ആകെ വ്യത്യാസം ആൽഡിഹൈഡ് പകരം കീറ്റോൺ ആണ്. ഇതാണ് നമ്മുടെ ഫ്രക്ടോസ് എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ഹെക്സോസ് ഷുഗേഴ്സ് ആണ്. അതേപോലെയുള്ള ഒരു ടൈപ്പ് ഷുഗർ ആണ് പെൻഡോസ് ഷുഗേഴ്സ്. നാച്ചുറൽ ഓക്കറിംഗ് കാണിച്ചത് മനസ്സിലായില്ലേ? പെൻഡോസ് ഷുഗേഴ്സ്. അതിന്റെ ഡെറിവേറ്റീവ് ആയ പെൻഡോസാൻസ്. പെൻഡോസാൻസ് എന്ന് പറഞ്ഞാൽ പെൻഡോസ് ഷുഗർ ഡെറിവേറ്റീവ്സ് ആണ്. ദാറ്റ് ഈസ് ഓക്കറിംഗ് നേച്ചുറലി. നേച്ചുറലി എവിടെ ഉണ്ടാവോ? ഇത് പ്ലാന്റ് കിങ്ഡം. ഓഫ് കോഴ്സ് ഗ്ലൂക്കോസ് ഒക്കെ വരുന്നത് മിക്കവാറും പ്ലാന്റ്സിൽ നിന്നാണ്. മനസ്സിലായില്ലേ? ഈ പ്ലാന്റ് കിങ്ഡത്തിൽ കാണുന്ന ഒരു 5 കാർബൺ ആയിട്ടുള്ള ഷുഗേഴ്സ് ആണ് എന്ന് പറയുന്നത് പെൻഡോസ് ഷുഗേഴ്സ്. അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കും? നമ്മുടെ ഉദ്ദേശം എന്താണ്? മറന്നുകൊണ്ടാ? പ്രിപ്പറേഷൻ ഓഫ് എ ഫ്യൂറാൻ. ഒരു മെത്തേഡ് നമ്മൾ കണ്ടെന്താണ് ഇപ്പോ? ദാറ്റ് ഈസ് ഫ്രം മ്യൂസിക് ആസിഡ് ബൈ കൺവേർഷൻ ഓഫ് മ്യൂസിക് ആസിഡ് ഇൻടു ഫ്യൂറോയിക് ആസിഡ്, ഡീകാർബോസിലേഷൻ ഓഫ് ഫ്യൂറോയിക് ആസിഡ് ഇൻടു ഫ്യൂറാൻ. ഈ മെത്തേഡില് നമ്മൾ തുടങ്ങുന്ന സാധനം ഏതാണ്? പെൻഡോസ് ഷുഗേഴ്സ്. പെൻഡോസ് ഷുഗേഴ്സ്. അപ്പൊ അതിന്റെ ഫോർമുല എന്തായിരിക്കും? നമുക്ക് ഏതൊരു ഇങ്ങനെ എഴുതാം. CHOH യെസ് 4 പകരം 3 എഴുതുക. CH2OH. This is an example for a aldopendose. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ടൈപ്പ് ഫോർമുലയിൽ പല പല കോമ്പൗണ്ട്സ് ഉണ്ടാവും. നിങ്ങൾ ഗ്ലൂക്കോസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. കാരണം ഈ ഓരോ CHOH എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഉണ്ടാവുക.
എച്ച് ഒ എച്ച്. ഈ എച്ച് ഒ എച്ച് പല കോമ്പൗണ്ട് തിരിഞ്ഞു മറിഞ്ഞു വന്ന പല പല കോമ്പൗണ്ട്സ് ഉണ്ടാവും. COSO നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് കോമ്പൗണ്ട്സ് ഇന്ത്യ ഫോമിലുണ്ടാവും. ഒരു ഒരെണ്ണം മാത്രമാണ് ഗ്ലൂക്കോസ്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി +2 പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി പഠിച്ചത് നിങ്ങൾക്ക് ശരിക്കും ഓർമ്മയില്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത സമയത്ത് പഠിക്കുന്നതായിരിക്കും. കാർബോഹൈഡ്രേറ്റ്സ് അതിൽ പഠിക്കാറുണ്ട്. ഈ എച്ച് ഒ എച്ച് മാറി ഇത് ഒ എച്ച് ഇപ്പുറം എച്ച് അപ്പുറം മറ്റേ വേറെ കോമ്പൗണ്ടാണ്. അങ്ങനത്തെ 4 ഇവിടെ ഉണ്ട്. ഓരോ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. അതിനനുസരിച്ച് പല പല കോമ്പൗണ്ട്സ് ആയി വരാം. പറയുന്നത് ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഇപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഐസോമർ. ഒരുപാട് ഐസോമർ എങ്ങനെ ഇരിക്കും കഴിഞ്ഞാൽ ഈ ടൈപ്പിൽ ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടാവാം. ഈ 4 എച്ച് ഒ എച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് വരാനനുസരിച്ച് താഴത്തിൽ എച്ച് ഇവിടെ ഒ എച്ച് അങ്ങോട്ട്, മറ്റേ എച്ച് ഇങ്ങോട്ട്, ഒ എച്ച് അങ്ങോട്ട്, മറ്റേ ഒ എച്ച് ഇങ്ങോട്ട്, എച്ച് അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് സ്റ്റീരിയോ ഐസോമേഴ്സ് ആൻഡ് ദേ ഹാവ് ഡിഫറെന്റ് നെയിംസ്. അപ്പോൾ കൊടുത്തപ്പെട്ട ഒരെണ്ണം മാത്രമാണ് നമ്മളെ ഗ്ലൂക്കോസ്. അതേപോലെ ഇതായാലും ഫ്രക്ടോസ് ആയാലും അതേപോലെ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്ന പെൻറ്റോസ് ആയാലും ഇവിടെ ഏത് പെൻറ്റോസ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ 5 കാർബൺ ആയിട്ടുള്ള ആയിരിക്കണം. ഇപ്പോൾ ആൾട്ടോ ആണോ ഈറ്റോ ആണോ നോക്കണ്ട. ഇറ്റ് ഇസ് എ പെൻറ്റോസ് ഷുഗർ. പെൻറ്റോസാൻസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോക്കൽ കോമ്പൗണ്ട്സിൽ നിന്ന് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ആണ് പെൻറ്റോസ്. ആൻഡ് ഫ്രം പെൻറ്റോസ് ഷുഗേഴ്സ് യു ക്യാൻ ഗെറ്റ് അവിടെ നമുക്ക് പെൻറ്റോസ് ഷുഗർ എന്താക്കി മാറ്റാം? യെസ്, നേരത്തെ നമ്മൾ ഫ്യൂറോയിക് ആസിഡ് ആക്കിയതിന് പകരം ഇതിവിടെ കിട്ടുന്ന നമുക്ക് ഇതായിട്ട് കിട്ടുക. എന്താണ് ഇതിന്റെ പേര്? ഫ്യൂറാൻ 2 ആൽഡിഹൈഡ്. ഫ്യൂറാൻ 2 ആൽഡിഹൈഡ് ഓർ 2,4. ഈ ഗ്രൂപ്പിന് പറയുന്ന പേര് എന്താണ്? അതിനൊരു കാര്യം പ്രധാനപ്പെട്ട 2,4-മൈൻ. നമ്മൾ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടിന്റെ പൊസിഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക. അത് പറയാം, എനിക്ക് സമയം കുറവാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, 2,4 ഇത് 1 ആണ്. 2, 3, 4, 5. 2,4-മൈൻ ഫ്യൂറാൻ എന്നോ അല്ലെങ്കിൽ ഫ്യൂറാൻ 2 ആൽഡിഹൈഡ് എന്നോ അല്ലെങ്കിൽ ഫെർഫ്യൂറാൽ എന്നോ അങ്ങനത്തെ ഒരു പേരുണ്ട്. ഈ പേരൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? ഫെർഫ്യൂറാൽ എന്ന് പറയും. ഇതെല്ലാം ഒരേ സാധനം. ഈ കോമ്പൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതിൽ നിന്നാണ് നമ്മൾ എന്താക്കുന്നത്? നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇതില്ലാത്ത കോമ്പൗണ്ട്, അതായത് ഫ്യൂറാൻ ഉണ്ടാക്കുന്നതാണ്. വിൽ കണ്ടിന്യൂ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.